നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസാണ്. നമ്മളെ രാജ്യത്തെ നടുക്കിയ വലിയൊരു ഭീകരാക്രമണം തന്നെയാണ് ഡൽഹിയിൽ നടന്നത്. ഇതിലും വലിയൊരു ഭീകരാക്രമണമാണ് നമ്മുടെ ശത്രുക്കൾ അവിടെ പ്ലാൻ ഇട്ടതെങ്കിലും നമ്മുടെ രാജ്യം അത് വളരെ വിദഗ്ധമായി ന്യൂട്രലൈസ് ചെയ്യാനുണ്ടായത് തന്നെ വലിയൊരു വിപത്തിനെ നമുക്ക് ചുരുക്കാൻ പറ്റി. എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കും. പക്ഷെ അതിന് ആദ്യം നമുക്ക് വേണ്ട എവിഡൻസ് ആണ്. ആ എവിഡൻസുകൾ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പാകിസ്ഥാനാണ് ഇത് ചെയ്ത് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുകയാണ്. ഈ എവിഡൻസ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടത്താൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ രാജ്യത്തിൻ്റെ ഓരോ രാജ്യത്തിലോട്ടും നമ്മളെ രാജ്യത്തിൻ്റെ പ്രതിനിധികളെ അയച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇത്തവണ അതിൽ നിന്നും വിപരീതമായിട്ട് നമ്മളെല്ലാ എവിഡൻസും കളക്ട് ചെയ്തതിന് ശേഷം അതെല്ലാ രാജ്യങ്ങൾക്ക് മുന്നിലും നമ്മളത് റിലീസ് ചെയ്യാണ്. ശേഷമായിരിക്കും നമ്മൾ ആക്രമണം നടത്തുക. കഴിഞ്ഞതിലും വളരെ അതിശക്തമായൊരു ആക്രമണമായിരിക്കും നടക്കുക എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ ഓപ്പറേഷൻ 2.0 വളരെ ശക്തമായ രീതിയിൽ തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മുടെ ആർമി ചീഫായാലും വിദേശകാര്യമന്ത്രി ജയശങ്കർ ആയാലും പല വേദികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്.